Hello guys, welcome back to Everything Will Be Here. ഇന്ന് നമ്മൾ നല്ല സിമ്പിളായിട്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 4 ക്യാരറ്റ് വേണം കേട്ടോ. ഇതുപോലെ നല്ല നീളത്തിലുള്ള 4 ക്യാരറ്റ്. ഇത് നമുക്ക് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കുക്കറിലിട്ട് അത് മുങ്ങി നിൽക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് ഒരു 3 മുതൽ ഒരു 4 വിസിൽ വരുന്ന വരെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിക്കുക. കൂടെ തന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇതിന് കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 മുതൽ 4 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി. കൂടാതെ ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണയല്ലാതെ മറ്റേതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ബാറ്ററിന് നല്ലൊരു കൊഴുത്ത ഒരു കൺസിസ്റ്റൻസി കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ. ഈ പാൽപ്പൊടി ചേർക്കുന്നതുകൊണ്ട് ഇതിന് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റും കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇതിന് ഇനിയിപ്പോൾ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാല് ചേർത്താലും മതി. പക്ഷേ ഞാൻ പറയുന്നത് പാൽപ്പൊടിയാണ് കുറച്ചും കൂടി ബെറ്റർ. അതാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായി. ഇനി ഇതൊന്ന് വേവിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഒരു സെറ്റപ്പാണ് ചെയ്ത് കൊടുക്കുന്നത്. അടിയിലൊരു അലൂമിനിയത്തിൻ്റെ ഒരു മൂടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, പരന്നിട്ടുള്ളൊരു മൂടി. അതിൻ്റെ മേലെയാണ് ഞാൻ ഈ പോള ഉണ്ടാക്കാൻ പോകുന്ന ഈ പാത്രം വെച്ചിട്ടുള്ളത്. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു സാധാരണ ഒരു പാത്രമാണ്. ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് സൈഡിലും താഴെയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. താഴെയുള്ള അലൂമിനിയത്തിൻ്റെ തട്ടി ഞാനൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തതാണ്. അതിന് ശേഷമാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ അങ്ങോട്ട് മുഴുവനായിട്ടും വടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം സിമ്മിൽ വേണം വെക്കാൻ കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടി കരിഞ്ഞു പോവും. ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 20 to 25 മിനിറ്റ് മാക്സിമം നമുക്ക് വേണ്ടതുള്ളൂ. ഇത് നല്ല സൂപ്പറായിട്ട് കുക്കായിട്ട് കിട്ടും. ഇപ്പം ഞാനിത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണേ. അത് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഈ പൊന്തി വന്നത് കുറച്ച് കഴിയുമ്പോൾ താഴ്ന്നു പോവും. പക്ഷേ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കത്തി ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടുക്കൊന്ന് കുത്തി കൊടുക്കാം. ഈ കത്തി നല്ല ക്ലീൻ ആയിട്ടാണ് പുറത്തോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചൂടിൽ നിന്നും മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിനകത്ത് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇറക്കി വെച്ചതാണ്. ഇനി ഇതാ നമ്മുടെ ക്യാരറ്റ് പോള ഇവിടെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എനിക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം ഞാനിത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല, വേറൊരാൾക്ക് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.